US ഗവൺമെന്റിന്റെ അടച്ചുപൂട്ടൽ വലിയ തോതിൽ അമേരിക്കൻ വ്യോമയാന മേഖലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വിമാന കമ്പനികളെല്ലാം ഈ പ്രതിസന്ധി കാരണം നൂറുകണക്കിന് സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാന വിമാനത്താവളങ്ങളിൽ ഇന്നു മുതൽ 4% മുതൽ ഈ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള നടപടിയായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ഇത് 10% വരെ കൂടും. അതായത് 6% നവംബർ 11, അതുപോലെ 8% നവംബർ 13, നവംബർ 14 10%-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വരും ഈ ഷട്ട് ഡൗൺ തുടരുകയാണെങ്കിൽ എന്നാണ് ഈ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വിമാന കമ്പനികൾ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത പണം ഇതോടുകൂടി തിരികെ നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയും വരും. അമേരിക്കയിലെ 40 പ്രധാന വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ 10% കുറവുണ്ടാകുമെന്ന് ഇന്നലെ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി എസ്കെൻ നേരിടുന്നത് എയർ ട്രാഫിക് കൺട്രോളർമാർക്കാണ്. 37 ദിവസമാണ് ഇപ്പോൾ ഈ സർക്കാർ അടച്ചുപൂട്ടൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 13,000 എയർ ട്രാഫിക് കൺട്രോളർമാരും അതുപോലെ 50,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരും ശമ്പളമില്ലാതെയാണ് ഇപ്പോൾ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു വശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അതുപോലെ റിപ്പബ്ലിക് പാർട്ടിയുടെയും സെനറ്റർമാർ ഈ അടച്ചുപൂട്ടൽ ഒഴിവാക്കാനുള്ള ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ഫലത്തിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം എസ്കെൻ വെള്ളിയാഴ്ചയോടെ 42 ദശലക്ഷം താഴ്ന്ന വരുമാനക്കാരായ അമേരിക്കക്കാർക്ക് ഭക്ഷ്യസഹായം പൂർണ്ണമായി നൽകണമെന്ന് ഒരു ഫെഡറൽ ജഡ്ജിന്റെ വിധിയും ഇന്ന് വന്നിട്ടുണ്ട്.